പറഞ്ഞു വാങ്ങിക്കുന്നതൊന്നുമല്ല. എനിക്ക് ആദ്യമായിട്ട് അതായത് ഒരു ഇന്റർവ്യൂവർ എന്ന നിലയിൽ ഒരു ഫസ്റ്റ് ഇവന്റ് അവാർഡ് ഇവന്റ് തുടങ്ങിയപ്പോൾ എനിക്ക് ബെസ്റ്റ് ഇന്റർവ്യൂവർ എന്നുള്ള അവാർഡ് എനിക്ക് തന്നിരുന്നു. അതിപ്പോ അതാ തുടങ്ങുകയാണ്. അതിനുശേഷമാണ് ഞാൻ ബിഗ് ബോസിലൊക്കെ പോകുന്നത്. ഞാൻ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന പോലെ ബിഗ് ബോസ് താരമാകാനുള്ള ഒരു വലിയ മൈൽസ്റ്റോൺ എന്റെ ജീവിതത്തിലേക്ക് ഇട്ടത് തീർച്ചയായിട്ടും മൈൽസ്റ്റോൺ എന്ന് പറഞ്ഞ ചാനലും ഹോട്ട് സീറ്റ് എന്ന പ്രോഗ്രാമുമാണ്. ലാലേട്ടന്മാരെ ഹോട്ട് സീറ്റിന് അപ്ലോഡ് ചെയ്യുന്നതിൽ വലിയ അഭിമാന നിമിഷമായിട്ട് ഞാൻ കാണുന്നു. അതോടൊപ്പം എന്തായാലും ബിഗ് ബോസിൽ പോയപ്പോ അവിടെ പോയി ഞാൻ ഹോട്ട് സീറ്റ് ചെയ്യുന്നില്ല. അവിടെ ഞാൻ കുറച്ച് നമ്മുടെ നെവിനുമായിട്ട് കുറച്ച് എന്താ പറയാ മാഗി തള്ള തക്കാളി ശാരിക അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അവിടുത്തെ ക്രൂതൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ ചിരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. സോ എന്തായാലും മൈൽസ്റ്റോൺ അറിഞ്ഞാണ് എനിക്ക് ഇന്നത്തെ ഈ അവാർഡ് തന്നത്. എനിവേ പിന്നെ ഒരാളുടെ പേര് പറയാതെ പോയാൽ അത് വലിയ വിഷമാവും. ഞങ്ങളുടെ സ്വന്തം അപ്പോസ് ആൻഡ് താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മുടെ കോ ടീംസ് ഉണ്ട് എല്ലാവരും. എനിക്കറിയാം ഇതിൽ വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത്. കാരണം അവാർഡ് ഷോസിലും ഇന്റർവ്യൂസിലും ഒക്കെ മണിക്കൂറുകളും നമ്മൾ ഇന്ന് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. ഒരു ഗസ്റ്റ് ആയിട്ടുള്ള വന്ന് നിൽക്കാൻ പറ്റിയതിലും ഞാൻ ആരാധിക്കുന്ന വളരെ പ്രശസ്തനായിട്ടൊരു ആർട്ടിസ്റ്റിൽ നിന്ന് ആദ്യമായിട്ടാണ് എനിക്ക് അവാർഡ് കിട്ടുന്നത്. അതിന് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോ വീണ്ടും അവാർഡ് പ്രതീക്ഷയോട് നിർത്തട്ടെ. എല്ലാവരും തന്ന സപ്പോർട്ടിന്. പിന്നെ എന്റെ ചാനലുണ്ട് റിയാലിറ്റി ബൈ ശാരിക. അപ്പോസിന്റെ ഹോട്ട്സീറ്റിലേക്ക് ഞാൻ തിരിച്ചു തന്നിട്ടില്ല. അതിന് കാരണം എന്റെ ചാനലാണ്. സോ ഐ എം സോറി അപ്പോസ്, കാരണം എനിക്ക് അതിലേക്ക് വരാൻ സാധിക്കത്തില്ലല്ലോ. റിയാലിറ്റി ബൈ ശാരിക എല്ലാവരും തുടർന്ന് കാണണം കേട്ടോ. ആൻഡ് താങ്ക് യു ഷാൽവിൻ ആൻഡ് കെനാ ടു. താങ്ക് യു വെരി മച്ച്. ചേച്ചി നെവിനിവിടെ വന്നപ്പോ പറഞ്ഞു, ഒരു മിനിറ്റ്, നെവിനിവിടെ വന്നപ്പോ പറഞ്ഞു ശാരിക ചേച്ചിയുടെ ഹോട്ട് സീറ്റ് ആണെങ്കിൽ വരില്ല. അത് അറിയായിരുന്നോ? അറിയാം. എന്നോട് അവിടെ വെച്ച് പച്ചയ്ക്ക് എന്റെ മുഖത്തൊക്കെ അത് പറഞ്ഞേ. നെവിൻ അങ്ങനെ നെവിൻ വളരെ കൂടെ പറയാം. അവൻ ബിഗ് ബോസിൽ വരുമ്പോ അവന് ഫസ്റ്റ് ടാർഗറ്റ് ഞാനായിരുന്നു. എന്നെ വലിച്ചു കീറണമെന്ന ഉദ്ദേശത്തിലാണ് അവൻ അങ്ങോട്ട് വന്നത്. പക്ഷെ നടന്നില്ല. Okay, ചേച്ചി, thank you so much. Let's move on to the award ceremony. Please,